പിന്നെ മാതാപിതാക്കൾക്ക് നിശ്ചിത പരിധിക്കപ്പുറം പ്രായമായാൽ മക്കൾ വിവാഹം കഴിച്ചാൽ പിന്നെ അവരെ വരച്ച വരയിൽ നിർത്തുന്ന സ്വഭാവമുണ്ട് ചില കാരണവന്മാർക്ക്. കല്യാണം കഴിച്ചാലെങ്കിലും അവര് ആണും പെണ്ണുമായി ഒരുമിച്ച് ചേർന്നൊരു കുടുംബം ഉണ്ടായി എന്നറിഞ്ഞ അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കാൻ വിടാൻ പാടില്ലേ? ഇല്ല. പിന്നെയും എവിടെയെങ്കിലും പോകണമെങ്കിൽ വണ്ടിക്കൂലി അപ്പനോട് ചോദിക്കണം. തിരിച്ചു വരുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ വെച്ച് കൃത്യമായിട്ട് കണക്ക് ചോദിക്കും. തലമുടി താൻ എഴുതി അവൻ 2 രൂപയ്ക്ക് മുട്ടായി മേടിച്ചെങ്കിൽ അവനെ ചീത്ത വിളിക്കും. ഇത് അവന്റെ ഭാര്യ കേട്ടോണ്ടിരിക്കുക. ദൈവമക്കളെ, ഇങ്ങനെ ചെയ്യുന്ന പേരൻസ് ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പന്മാരുമുണ്ട്, അമ്മമാരുമുണ്ട്. ചില അമ്മമാര് ആ മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ പിന്നെ ഇടം വലം തിരിയാൻ അവനെ അനുവദിക്കില്ല. ഭാര്യയുടെ ഇഷ്ടത്തിന് അവൻ തുള്ളൂന്നാ പിന്നെ പറയണത്. പിന്നെ ആരുടെ ഇഷ്ടത്തിനാ തുള്ളണ്ടേ? നിങ്ങളുടെ വിരലയിലിട്ട് നിങ്ങളുടെ കെട്ടിയോടെ നിങ്ങൾ വട്ടം കറക്കില്ലേ, നീളവും കറക്കില്ല. എന്നാ പിന്നെ അവളുടെ വിരലെ കിടന്ന് അവൻ കുറച്ച് നാൾ കറങ്ങട്ടെ എന്ന് വെക്കണ്ടേ? വിട്ടുകൊടുക്കില്ല. മോനെ അങ്ങ് വട്ടം പിടിച്ചുകൊണ്ടിരിക്കും. ഒരു പെങ്കൊച്ച് കയറി അവൾ ജനിച്ച വീടും അവളുടെ എല്ലാം വിട്ടേച്ച് ഈ വീട്ടിൽ ജീവിക്കാൻ വന്നതാ. അവളെ ഒന്നിലോട്ട് തൊടിയിക്കത്തൂല്ല. ഭർത്താവിന്റെ അടുത്ത് മിണ്ടാനും സമ്മതിക്കില്ല. ഇതിനകത്ത് ഇരിപ്പുണ്ട് നല്ല 1-ാം തരം മുതലുകൾ.